ക്യാൻസറില്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയതായി പരാതി. കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. തൃശൂർ വരാന്തരപ്പള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകി. തൃശൂർ ജീവ ലാബിലെ പരിശോധനയിൽ ഷീജയ്ക്ക് ക്യാൻസർ എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ചെയ്തത് 2024 ഫെബ്രുവരി 17-നാണ്. ഷീജയുടെ വലത് മാറിടം നീക്കം ചെയ്തു. ലേക്ക് ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലം ഫെബ്രുവരി 13-ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ലഭിച്ചു. അതിൽ ക്യാൻസർ ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിക്കടക്കം വീട്ടമ്മ പരാതി നൽകിയിട്ടുണ്ട്. വേദന വന്നിട്ട് ഉടനരഞ്ഞു പോയി. അവിടെ പോളിട്ട് വന്നപ്പോൾ കണ്ടു. ആളൊരു തെരുവൊരു ഒപ്പത്തെ പോലെ ചെയ്തു. തെരുവൊരു ഒപ്പത്തെ പോലെ ചെയ്തു. അതിൻ്റെ അത് പരിശോധനൻ്റെ ആയിരുന്നു. അത് ജീവ ലാബിലായിരുന്നു. അവിടെ നിന്നാണ് അവിടെ ആ റിപ്പോർട്ടിലാണ് ഇതിൻ്റെ ഡേഞ്ചറാന്ന് പറഞ്ഞ രോഗം ഉണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെ ആ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ധാര കാണാൻ പോയി. ധാരാൻ തന്ന് ധാര കണ്ടു. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ആള് ഒരു മരുന്നും എനിക്ക് എഴുതി തന്നില്ല. ആള് പറഞ്ഞു ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോക്കിയിട്ട് നമ്മുടെ ഓട്ടം എടുത്താൻ വന്നു. അത് കഴിഞ്ഞിട്ട് അത് അവർ നോക്കി 13-ാം തീയതി ആ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പത്തിൻ്റെ ചെയ്തത് 17-ാം തീയതിയാണ് എന്നെ. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല ഇത് രോഗം അതിലുണ്ടായിരുന്നില്ല. ആരോപണം തള്ളി ഡോക്ടർ ജോജോ വി ജോസഫ്. സ്വകാര്യ ലാബിലെ തെറ്റായ കണ്ടെത്തലിനെ പഴിച്ചാണ് ഡോക്ടറുടെ വിശദീകരണം. എന്റെ അടുത്ത് ഈ രോഗി എത്തുമ്പോൾ, അതായത് സർജിക്കൽ ട്രീറ്റ്മെന്റിലാണ് ഈ രോഗി എത്തുന്നത്. 12-ാം തീയതിയാണ് ഇവരെന്നെ കാണാൻ വരുന്നത്. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടിയോ എന്നറിയണമെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ ലബോറട്ടറീസിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്റെ ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റിന്റെ റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ആദ്യത്തെ ഭാഗം തീർന്നു. ഇനി രണ്ടാമത് എനിക്കറിയേണ്ടത് ഈ അസുഖം മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അതിനുശേഷമാണ് സർജറിക്ക് റെക്കമെൻഡ് ചെയ്തത്. ആ സർജറിക്ക് 16-ാം തീയതി വരാനായിട്ട് ഞാൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അവർ വന്ന് അഡ്മിറ്റഡ് ആവുന്നു. ഇവര് സർജറി ചെയ്ത് തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവം. ഇതിനിടയിൽ ഇവര് പറയുന്ന ബാക്കി കാര്യങ്ങൾ ഇവര് വീണ്ടും പരിശോധനയ്ക്ക് കൊടുത്തു. അതല്ല എങ്കിൽ ഇവര് പറയട്ടെ, ഞാൻ ഇവര് കൊണ്ടുവന്ന സ്ലൈഡ് വീണ്ടും പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം ഞാൻ ആ റിപ്പോർട്ട് കാണാതെ ഇവരെ സർജറി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് തെറ്റ്. അങ്ങനെ എന്തെങ്കിലും ഇവരുടെ എവിഡൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത റിക്വസ്റ്റ് പോലും വേണ്ട. ഇവര് കാണിക്കുന്ന റിപ്പോർട്ടിൽ ഏത് ഡോക്ടറെ കൊടുത്തെന്ന് എന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അതായത് നമ്മളൊരു പരിശോധനയ്ക്ക് ലാബിലേക്ക് അയച്ചാൽ ഏത് വേസ്റ്റാണെന്നുള്ളത് നമ്മളിപ്പോ റിക്വസ്റ്റ് അവർ വെച്ചില്ല എന്ന് വിചാരിച്ചു. ആ റിപ്പോർട്ടിന് മുകളിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും എന്റെ പേരുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഇവര് ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്റെ മേലെ ആരോപണം ഉന്നയിക്കുന്നിടത്ത് യാതൊരു കാര്യമുണ്ട്. കുടുംബം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഡോക്ടറെ അടക്കം പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. ആകെ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ നടന്നിട്ട് ഈ ജീവ ലാബിനെതിരെയോ ഈ ഹോസ്പിറ്റലിനെതിരെയോ ഒരു ആക്ഷനും പോലീസുകാർ എടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് അവർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കണം. അതായത് നമ്മൾ കൊടുത്ത റിസൾട്ടുകളിൽ മുഴുവൻ 100% കാണുന്നവർക്ക് ഏത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഹോസ്പിറ്റലിന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. കൂടുതൽ വിവരങ്ങളുമായി നാമി ദിനേശ് ചേരുന്നുണ്ട്. നാമി, ഈ ടെസ്റ്റ് നടത്തിയ ലാബിന് തെറ്റുപറ്റി എന്ന് ഡോക്ടർ പറയുമ്പോഴും ഡോക്ടറെ ഒരു രോഗി സമീപിക്കുമ്പോൾ ഇത് യഥാർത്ഥമാണോ, രോഗിയുടെ ആവശ്യപ്രകാരമാണ് സർജറി ചെയ്തതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഒരു ആശുപത്രിയിൽ എത്തുമ്പോൾ ആ ഡോക്ടർ നിർദ്ദേശിക്കും. ഇതൊന്നും നിർദ്ദേശിക്കാതെ ഒരു സർജറി ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രത്തോളം നിസ്സാരമായി മാറിയിരിക്കുന്നു കേരളത്തിൽ ഇത്തരത്തിലുള്ള സർജറി എന്ന് വേണ്ടേ കരുതാൻ? എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന് സംഭവിച്ചതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും ഈ വീട്ടമ്മയുടെ പക്കലുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ജനുവരി 29-നാണ് ഇവർ ഈ ഒരു ക്യാൻസർ ടെസ്റ്റ് നടത്തിയത്. അതിന്റെ ഫലം അത് തൃശ്ശൂരിലുള്ള വീട്ടമ്മ തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂരിലുള്ള ജീവ ലാബിലാണ് ടെസ്റ്റ് നടത്തിയത്. അതിന്റെ പരിശോധനാ ഫലം വന്നപ്പോൾ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് മനസ്സിലാകുകയും ചെയ്തു. അവിടെ തന്നെ ആശുപത്രിയിൽ സർജറി ചെയ്യാമെന്ന് നിർദ്ദേശം നൽകിയെങ്കിൽ പോലും ആ ആശുപത്രിയിൽ വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാലാണ് പ്രശസ്തനായിട്ടുള്ള VP ഗംഗാധരൻ എന്ന ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കാണാമെന്ന് കുടുംബം തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സ നൽകുന്നുണ്ട്. അവിടേക്ക് വരികയും ആ ഡോക്ടറിനെ കാണുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് ലാബിലെ പരിശോധനാ ഫലം അനുസരിച്ച് വീട്ടമ്മയ്ക്ക് ഷീജയ്ക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് തന്നെ ഗംഗാധരൻ ഡോക്ടർ തന്നെ നിർദ്ദേശിച്ചത് പ്രകാരം ആ ടെസ്റ്റ്, അതായത് ഈ ജീവ ലാബിൽ കൊടുത്ത സാമ്പിൾ അത് ഇവിടേക്ക് തരികയും മറ്റു ചില ടെസ്റ്റുകൾ നടത്താം, അതിനുശേഷം മാത്രം നമുക്ക് സർജറി ചെയ്യാം എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവ ലാബിൽ കൊടുത്ത സാമ്പിൾ ശേഖരിച്ച കുടുംബം അത് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് നൽകി. പക്ഷേ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ആ സൗകര്യമില്ലാത്തതിനാൽ ലേക്ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിൾ അയച്ചാണ് പരിശോധന നടത്തുന്നത്. ആ പരിശോധനാ ഫലം 13-ാം തീയതിയാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് തിരികെ കിട്ടിയത്. അതായത് ലേക്ഷോർ ആശുപത്രിയിൽ 13-ാം തീയതിയിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിൽ വീട്ടമ്മയ്ക്ക് ക്യാൻസർ ഇല്ല എന്നതായിരുന്നു. അത് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ 13-ാം തീയതി ലഭിക്കുകയും ചെയ്തു. പക്ഷെ ആശുപത്രിയിലുള്ള ഡോക്ടർ ഇത് പരിശോധിക്കാതെ 17-ാം തീയതി വീട്ടമ്മയുടെ മാറിടം മുറിച്ചു മാറ്റുകയും ചെയ്തു. ആ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മുറിച്ചു മാറ്റുകയും ചെയ്തു. പിന്നീട് ഈ കുടുംബം ഈ പരിശോധനാ ഫലം ആദ്യ സമയങ്ങളിൽ അപ്പോൾ ഇവർ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്. ഈ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചോദിച്ചിരുന്നു, ലേക്ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലം വന്നിരുന്നോ, അതിലും പോസിറ്റീവ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് അവിടുത്തെ പരിശോധനാ ഫലത്തിലും പോസിറ്റീവ് എന്ന് തന്നെയാണ്. പക്ഷേ ആ ഫലത്തിൽ നെഗറ്റീവ് ആണെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അത് മറച്ചുവെച്ച് അല്ലെങ്കിൽ അതവർ ശ്രദ്ധിക്കാതെയാണ് വീട്ടമ്മയുടെ വലത് മാറിടം മുറിച്ചു മാറ്റിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇവർ വീണ്ടും ഒരിക്കൽ കൂടി ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അമല ആശുപത്രിയിൽ വീണ്ടും ഇതേ സാമ്പിൾ പരിശോധിച്ചപ്പോൾ അതിലും നെഗറ്റീവായി കാണുകയും ചെയ്തു. അതായത് ജീവ ആശുപത്രിയിലെ ജീവ ലാബിലെ പരിശോധനാ ഫലത്തിൽ മാത്രമാണ് പോസിറ്റീവ്. ലേക്ഷോറിലെയും അമല ആശുപത്രിയിലെയും പരിശോധനയിൽ ക്യാൻസർ ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഗംഗാധരൻ ഡോക്ടറിനെ വിവരം അറിയിച്ചു. പക്ഷെ ആ ഡോക്ടർ ഒഴിവ് കഴിവുകൾ പറഞ്ഞു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഒരിക്കൽ കൂടി ആ സാമ്പിൾ കൊണ്ടുവരൂ, ഒന്നുകൂടി പരിശോധിക്കാം എന്ന ഒഴിവ് കഴിവുകൾ പറയുകയും ആശുപത്രിക്ക് തെറ്റുപറ്റിയില്ല എന്ന രീതിയിലേക്കായിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ അടക്കം പെരുമാറ്റം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിനെ തുടർന്ന് ശാരീരികമായും മാനസികമായും വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴും ഷീജ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടമ്മയാണ്, ഈ കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് അതിനൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് വന്നു. ഈ വാർത്ത കിട്ടിയതിന് പിന്നാലെ ഈ ജോജോ വി ജോസഫ് പ്രശസ്തനായിട്ടുള്ള ക്യാൻസർ സർജനാണ്. ആ സർജനുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, തനിക്ക് ഒരു പരിശോധനാ ഫലം ലഭിക്കുമ്പോൾ ആദ്യം 2 കാര്യം ആണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ സർജറിയിലേക്ക് വരുന്നതിന് മുൻപ് ആ പരിശോധനാ ഫലം ലഭിക്കുമ്പോൾ താൻ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഈ വീട്ടമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടോ എന്നാണ്. അവർ തന്ന ലാബിലെ പരിശോധനാ ഫലത്തിൽ ആ ക്യാൻസർ റിമൂവ് ചെയ്ത സെല്ല് പരിശോധിച്ചിരുന്നു. അല്ലെങ്കിൽ അവരുടെ മാരണത്തിൽ നിന്നും എടുത്ത സാമ്പിളിൽ ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു എന്ന റിസൾട്ട് തനിക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്യാൻസർ പടരാൻ സാധ്യതയുണ്ടോ എന്നും താൻ പരിശോധിച്ചു. അങ്ങനെ പടരാൻ സാധ്യതയില്ല എന്ന് കുടുംബത്തെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു. പക്ഷേ കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി പടരാൻ സാധ്യതയുണ്ടെങ്കിലോ എന്നൊരു ആശങ്ക കുടുംബം പങ്കുവച്ചു. ഇതിനെ തുടർന്നാണ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാൻ താൻ നിർബന്ധിതനായതെന്നാണ് ഡോക്ടർ പറയുന്നത്. താൻ ഒരിക്കലും ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് ക്യാൻസർ സെല്ലുകൾ പടരാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ താൻ ചെയ്യുമായിരുന്നു എന്നാണ് ഡോക്ടറിന്റെ വിശദീകരണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലേക്ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പരിശോധിച്ചില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലത്തിൽ അതിന്റെ ഡേറ്റുകളടക്കം അതിൽ നിന്നും കൃത്യമായിട്ടുള്ള തെളിവായി തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സർജൻ ആവർത്തിച്ച് പറയുന്നത് തനിക്ക് ലഭിച്ച റിസൾട്ടുകൾ പ്രകാരമാണ് ഇത് പരിശോധിച്ചത്. തന്നിലേക്ക് ഒരു സർജൻ എന്ന നിലയിലേക്ക് മാത്രമാണ് തന്നിലേക്ക് ഈ റിസൾട്ടുകൾ ലഭിക്കുന്നത്. ലേക്ഷോറിലേക്ക് ഇങ്ങനെ ഒരു സാമ്പിൾ അയച്ചത് തനിക്ക് അറിവില്ല. മറ്റൊരു ഡോക്ടർ, അതായത് ഗംഗാധരൻ ഡോക്ടറിൽ നിന്നാണ് തനിക്ക് ഈ ഒരു സർജൻ എന്ന നിലയിലേക്ക് ഈ ഒരു പേഷ്യന്റ് വന്നത്. അതിനപ്പുറത്തേക്ക് തനിക്ക് ഈ ലേക്ഷോർ ആശുപത്രിയിലെ റിസൾട്ടിനെ കുറിച്ചോ ഇവർ മറ്റ് പരിശോധന
പരിശോധനയ്ക്ക് അയച്ചതിനെ കുറിച്ചോ അറിയില്ല എന്നൊരു വാദമാണ് ജോജോ വി ജോസഫ് ഡോക്ടർ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കുടുംബം പരാതി നൽകിയത്, അതായത് 2024 ഈ സംഭവം നടക്കുന്നത്. സെപ്റ്റംബർ 11 കുടുംബം കടവന്ത്ര പോലീസിനും തൃശൂർ പോലീസിനും പരാതി നൽകുകയും ചെയ്തു. തൃശൂരിലാണ് ഈ ലാബ് ഉള്ളത്, അവിടെയും അതോടൊപ്പം തന്നെ കടവന്ത്ര പോലീസിനും പരാതി നൽകി. ഇതിന്റെ മൊഴിയടപ്പ് അടക്കം പൂർത്തിയാകുകയും ചെയ്തു. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള കടുത്ത നടപടികളിലേക്ക്, അല്ലെങ്കിൽ ഈ ആശുപത്രിക്കെതിരെയോ ലാബിനെതിരെയോ ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ തയ്യാറായില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും ഇവർ കാണിക്കുന്ന അലംഭാവം, അല്ലെങ്കിൽ ആശുപത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത്രയും കാലതാമസം വന്നത്, അതായത് 2024 ഫെബ്രുവരിയിൽ സർജറി നടത്തുന്നു, പക്ഷേ സെപ്റ്റംബറിലാണ് പരാതി നൽകിയത്. അത്രയും കാലതാമസം വന്നത് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ്. ഈ അയച്ചു കൊടുത്ത ലാബിന്റെ റിസൾട്ടുകളെല്ലാം തന്നെ ആശുപത്രിയിൽ നിന്നും പിന്നീട് തരാൻ മടിക്കുകയും ചെയ്തു. അതായത് അവർക്കൊരു വീഴ്ച സംഭവിച്ചപ്പോൾ അവർ അത് മറയ്ക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം സർജറിയിലൂടെ നീക്കം ചെയ്തു എന്നുള്ള വലിയൊരു ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. വരും ബുള്ളറ്റിനുകളിൽ ഇതിനെപ്പറ്റിയുള്ള വിശദമായ നിരീക്ഷണങ്ങളും വാർത്തകളും വിവരങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ